അതെ നമ്മുടെ മോനിവിടെ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ല അല്ല പൊന്നോ. ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടില്ല. ചേച്ചിമാരും ആൻറ്റിമാരും അങ്കിൾമാരൊന്നും കണ്ടിട്ടില്ല. ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഹൈപ്പൊക്കെ ചെയ്യണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. വ്യൂവേഴ്സ് വളരെ കുറവാണ് കേട്ടോ. നേരത്തെയൊക്കെ വ്യൂവേഴ്സ് എനിക്ക് ഒരു ഷോർട്ട് വീഡിയോയിൽ 4.5 ലക്ഷം 3.5 ലക്ഷമൊക്കെ വ്യൂവേഴ്സ് കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പം സബ്സ്ക്രൈബും കയറുന്നില്ല, വ്യൂവേഴ്സും കയറുന്നില്ല. നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യൂ ഫ്രണ്ട്സ്. ഷെയർ ചെയ്താലേ എൻ്റെ ചാനലൊക്കെ എല്ലാവരുടെ കയ്യിലെത്തുള്ളൂ അല്ലേ പൊന്നോ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ മെഷീന് ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്പോസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത്ര സ്ഥലം മോന് വേണ്ടി വെച്ചിരുന്നാലേ സ്ഥലം അത്ര വേസ്റ്റാവും. അപ്പോൾ ഞാൻ ഒരു ബോഷിൻ്റെ മെഷീൻ ഇപ്പോൾ കഴിഞ്ഞ മാസം കൊടുത്തതേ ഉള്ളൂ. ബോഷിൻ്റെ മെഷീൻ താഴെ നിന്നിട്ട് ബോഷിൻ്റെ മെഷീൻ മേടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ബോഷിന് എന്താ വില എന്ന്. കൊടുത്തപ്പോൾ കിട്ടിയത് 600 രൂപ കേട്ടോ. അപ്പോൾ ഇതും കൊടുത്താൽ 500 രൂപ കിട്ടത്തുള്ളൂ. എന്നാലും നിങ്ങൾ കൊടുക്കാം. നമുക്ക് സ്പേസ് ഇല്ല. നമുക്ക് 2 മെഷീനൊക്കെ വെക്കേണ്ട സ്പേസ് ഇത്രയും വലിയ ഇതാണെങ്കിലും അതൊരു എന്തോ പോലെ. അപ്പോൾ അത് നിങ്ങൾ കൊടുത്താണ്. ഇനി ഒന്ന് എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്തേ പൊന്നോ. എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്തേ. നമ്മൾ രാത്രിത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ഒന്ന് എണീറ്റ് ഹായ് കൊടുത്തേ പൊന്നോ. കണ്ടോ എണീക്കാൻ പറഞ്ഞപ്പോൾ എണീറ്റു. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. എങ്ങനെ ടാറ്റ കൊടുക്കുന്നേ? ടാറ്റ കൊടുത്തേ. അമ്മയുടെ പൊന്ന് കൊടുത്തേടാ. അമ്മയുടെ പൊന്ന് സ്നേഹത്തിൽ പറയണേ. എൻ്റെ കൊച്ചിനോട് എല്ലാം സ്നേഹത്തിൽ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ടാറ്റ. നല്ലവണ്ണം കൊടുക്ക്. പൊക്കി കൊടുക്ക്. നല്ല ഹായ് ടാറ്റ. കണ്ടോ പൊക്കി തരാൻ പറഞ്ഞപ്പോൾ പൊക്കി തരുന്നുണ്ടോ. ഗുഡ് ബോയുടെ ചിക്കൻ അടുപ്പത്താണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി. ഒന്നും കൂടെ കൊടുത്തേ ടാറ്റ. എങ്ങനെ ആ ചേച്ചിമാർ സ്കൂളിൽ പോകുമ്പോൾ ടാറ്റ കൊടുക്കുന്നേ എങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തേ പൊന്ന. ടാറ്റ കൊടുത്തേടാ. ടാറ്റ. ഒന്നും കൂടെ കണ്ടുകൂടാ. ഒന്ന് പൊക്കി കൊടുക്ക്. ടാറ്റ. പൊക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പൊക്കി കൊടുത്തേണ്ട. ഇപ്പുറത്തെ കൈയുണ്ട്. ഹായ്. എല്ലാ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഹായ് കേട്ടോ. അവന് മതിയായി. അതാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അവനെ എപ്പോഴെപ്പോഴും ശല്യപ്പെടുത്തുന്ന ഇഷ്ടമല്ല. അതുമല്ല അവനോട് ദേഷ്യത്തിൽ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. സ്നേഹത്തിൽ പറയണം. ഭയങ്കര സ്നേഹത്തിൽ ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞു. ഗുഡ് ബോയ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് ബോയ് എന്ന് പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളൂ കേട്ടോ. അല്ല പൊന്നു ഗുഡ് ബോയ്. കണ്ടോ ഗുഡ് ബോയ് എന്ന് പറഞ്ഞാലേ എൻ്റെ കൊച്ചു കേൾക്കുള്ളൂ. പൊക്കി കൈ ഒന്നും കൂടെ പൊക്കി കാണിക്കുന്ന പറഞ്ഞപ്പോൾ പൊക്കി കാണിച്ചേണ്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അന്നേരം കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കണ്ടൻറ്റൊക്കെ വേണ്ടേ. മഴയും കാര്യങ്ങളൊക്കെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. മോൻ്റെ ഡെയിലി ഇൻ ലൈഫിലെ ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ വന്നാണ്. ഇപ്പോൾ അവിടെ കിടക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ ചേട്ടൻ വരേണ്ട ടൈമായി. അവന് ഓരോ ടൈം അറിയാം കേട്ടോ. ചേട്ടൻ വരേണ്ട ടൈമായി. അതാണ് അവനവിടെ കിടക്കുന്നത്. കണ്ടില്ലേ ചേട്ടൻ വരുമ്പോൾ ഇനി ഒരു ഓട്ടം, ഒരു കുണുങ്ങിയൊക്കെ ഉള്ള ഒരു കുണുങ്ങി ഗുണ്ടി കുലുക്കിയൊക്കെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അല്ലേ പൊന്നോ. ആൻറ്റിമാരെ അങ്കിൾമാരൊക്കെ ഷെയർ ചെയ്യണേ. ഇവിടെ പഴയ മെഷീൻ മാറ്റിയിട്ട് പുതിയ മെഷീൻ വാങ്ങി. കേട്ടോ മോനാണ് വാങ്ങിത്തന്നത്. IFBയുടെ ആണ്. നമ്മൾ ഇതിപ്പം 6ാമത്തെ വിഷനാണ് കേട്ടോ. ഈ സെമി മേടിച്ചത് നമ്മൾ ഇതിന് മുമ്പ് ബോഷ് കമ്പനിയുടെ ആയിരുന്നേ. ഫ്രണ്ട് ഡോറ്. അപ്പോൾ അത് ഡ്രമ്മ് ലൂസായി അതിൽ വെള്ളം ലീക്കായപ്പോൾ അത് നന്നാക്കണമെങ്കിൽ 17,000 രൂപ. അപ്പോൾ പെട്ടെന്ന് തുണികൾ കൂടിയപ്പം പെട്ടെന്ന് സെമി മേടിച്ച് ഞങ്ങൾ ചെയ്ത കേട്ടോ. ഇതിപ്പോൾ ഈ IFBയുടെ. ഇതിന് മുമ്പ് BPLൻ്റെ ഉണ്ടായിരുന്നു, ജയ്പാൻ്റെ ഉണ്ടായിരുന്നു, ബോഷിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 6ാമത്തെ വിഷനാണ് കേട്ടോ. ഇതിപ്പോൾ
അപ്പോൾ ഞാനേ ഫ്രണ്ട് ഡോറിൻ്റെ മേടിക്കാത്തേ ഫ്രണ്ട് ഡോറിലെ ലൈനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തുണി അവിടെ കിടക്കും, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ എന്താണെന്നറിയാമോ, ഫ്രണ്ട് നമ്മുടെ ടോപ്പ് ഡോർ ആകുമ്പോൾ നമുക്കുണ്ടല്ലോ ലൈൻ പോയിരുന്നാൽ തുണികൾ എടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് ഡോർ ആയിരുന്നാലേ തുണികൾ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്, ഇത് തന്നെ വാങ്ങിയത്. അല്ലാതെ ഫ്രണ്ട് ഡോർ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ബോഷിൻ്റെ മെഷീൻ മേടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കേട്ടോ, കുനിഞ്ഞിരുന്ന് എടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം ഇത് നമ്മൾ ബോഷിൻ്റെ മെഷീൻ കൊടുത്തപ്പോൾ 600 രൂപ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിരിക്കട്ടെ, ഇത് മോൻ്റെ തുണികൾ കഴുകാം, മോൻ്റെ മാത്രം കഴുകാം. അപ്പോൾ ഈ പുതിയ മെഷീനിൽ നമ്മുടെ മുടി ഉണ്ടാവില്ലല്ലോ, മുടി വരില്ലല്ലോ. എന്താണ് ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് മോൻ്റെ തുണി കഴുകാൻ മെഷീൻ. ആ ഇത് പാടാ, ഇത് പാടാ. ആ ഇതിലപ്പോൾ മുടി വരില്ല, ഇതിൽ മോൻ്റെ തുണികൾ കഴിയും. വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ, എന്നിരുന്നാലും ഞങ്ങൾ മേടിച്ച് വച്ചെന്നേ ഉള്ളൂ. ഒരുപാട് പേര് അന്വേഷിച്ച കേട്ടോ, അവൻ്റെ ഇവിടെ കിടക്കുന്നത്. ഇതെൻ്റെ കൂട്ടുകാരത്തിയുടെ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അകത്ത് നിറച്ച ആൾക്കാരായതുകൊണ്ട് അവനെ ഇവിടെ കിടത്തിയിരിക്കണം കേട്ടോ. അവന് ടിപ്സ് ഫീവറാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ മെഡിസിൻ ചലിക്കുന്നുണ്ട്. മെഡിസിനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഓപ്പറേഷൻ വേണം, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് പിന്നെ മെഡിസിൻ ഇപ്പോൾ കൊടുത്തതിന് ശേഷം പിന്നെ മെഡിസിൻ മുമ്പേ കൊടുത്തതിന് ശേഷം പിന്നെ ഓപ്പറേഷൻ ആവുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് അന്വേഷിച്ചേ, അതുകൊണ്ട് ഞാൻ അറിയാം. അപ്പോൾ അവിടെ കടയിൽ ഒരു റൂമല്ലേ ഉള്ളൂ, ഭയങ്കര തിരക്ക്, അതുകൊണ്ടാണ് ഇവിടെ കെട്ടി. ഇവൻ ഒരിടത്ത് പോകില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടാവും. കൊച്ചു കല്ല് ഉമ്മച്ച് കല്ല് 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 ഇവിടെ കിടക്കും. ഇതെൻ്റെ കൂട്ടുകാരത്തിയാണ് കേട്ടോ. അന്ന് ഞാൻ കാണിച്ചു തന്നില്ല, അവരുടെ ബ്യൂട്ടി പാർലറാണ്. ഇങ്ങനെ കണ്ടില്ലേ കാലുവിന്. കുറച്ച് ദിവസം മരുന്ന് കൊടുത്തതിന് ശേഷം അവൻ്റെ ഓപ്പറേഷൻ നടക്കും കേട്ടോ. എൻ്റെ കൂട്ടുകാരത്തിയുടെ ബ്യൂട്ടി പാർലർ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവളുടെ വീടും. അപ്പോൾ അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. അവിടെ സ്ത്രീകൾ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ലേ. അതുകൊണ്ട് അവനെ ഇപ്പോൾ അവിടെ കിടത്തിയിരിക്കണം. രാത്രിയാകുമ്പോൾ അവൻ അതിൻ്റെ അകത്താണ് കേട്ടോ കിടക്കുന്നത്. വയ്യ, മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിസിനൊക്കെ കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, എത്തിനിക്ക ബ്യൂട്ടി പാർലർ. ചേട്ടൻ്റെ അടുത്തുണ്ടാ? ചേട്ടൻ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. കണ്ടോ, ഇങ്ങനെ വന്നേ, പറയാതെ പോയാടാ. പൊന്നോ, ചേട്ടനെയും കൊണ്ടുവരാൻ പോയോ നിങ്ങൾ? അയ്യോ, എന്നിട്ട് പറയാതെ പോയോ? വരവ് കണ്ടോ? ആ ചേട്ടൻ വന്ന ചേട്ടൻ വന്നു. ഓ സന്തോഷം. ചേട്ടൻ വന്ന സന്തോഷം, അച്ഛൻ വന്ന സന്തോഷം. എൻ്റെ പൊന്നിനെ സ്നേഹിക്കാൻ മാത്രമേ. അയ്യോ ചേട്ടൻ വന്നേ. ചേട്ടനെ താഴേന്ന് കൊണ്ടുപോയി കണ്ടോ, വെൽക്കം ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓ കണ്ട് ഓടണ്ട കണ്ട്. ഇതെന്തോ ഇത് കറങ്ങുന്നോ? എൻ്റെ പൊന്നേ, ഇതൊക്കെ എന്തോന്നാ? എനിക്ക് വയ്യ ഇതൊക്കെ കാണാൻ. അയ്യോ തടവട കൊച്ചിനെ, എത്ര പ്രാവശ്യം തടവും കൊച്ചിനെ. വന്നിടനെ അവനെ സ്നേഹിക്കണമെന്നാണ്. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ബാഗ് വെക്കണ്ട, കൈ കഴുകണ്ട, അതിന് മുമ്പ് കണ്ടോ. പറയാ നടക്കുന്നത് പറയാം. ഓരോത്തോണ്ട് കിടന്നു തടവണം, എന്തൊക്കെ കാണിക്കുന്നത് എൻ്റെ പൊന്നെ. കണ്ടോ മതി പൊന്ന. ഇക്കിളിയാക്കണി ചേട്ടൻ. എല്ലാ ബട്ടൺസ് പോകുന്നു പൊന്നോ, തുറന്നു പോകുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും, കമൻറ്റും, ഹൈപ്പൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക.